ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മലാശയ ക്യാൻസർ, കൊളോൺ ക്യാൻസർ അഥവാ കുടൽ ക്യാൻസറിനെ കുറിച്ചാണ്. എന്താണ് കൊളോൺ ക്യാൻസർ? അതുണ്ടാവാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം? ഇതെങ്ങനെ ഡയഗ്നോസ് ചെയ്യും? എങ്ങനെ കണ്ടെത്തും? ഇത് ആർക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്? ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇത് കണ്ടെത്താൻ സഹായിക്കുന്ന ടെസ്റ്റുകൾ ഏതൊക്കെ, ഇത് എങ്ങനെ ചികിത്സിപ്പിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നൊരു വീഡിയോ ആണിത്. പലപ്പോഴും പൈൽസ് ആണെന്ന് കരുതി അവോയ്ഡ് ചെയ്യുന്ന ഒരു ഡിസീസാണിത്. ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും വന്നിട്ടുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ടെത്താനും ഈ ഒരു വീഡിയോയിൽ സഹായിക്കുന്നതാണ്. കൂട്ടുകാരെ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. ഇന്നത്തെ കാലത്ത് കൂടുതലായി കാണുന്ന രോഗമാണ് ക്യാൻസർ. തുടക്കത്തിൽ തിരിച്ചറിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗമാണിത്. ഒരു പ്രത്യേക സ്റ്റേജ് കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ ബുദ്ധിമുട്ടാണ്. മലാശയ ക്യാൻസർ ഒരു ജീവിതശൈലി രോഗമാണ്. ഇത് വരാതിരിക്കാനും നേരത്തെ കണ്ടെത്താനും ശ്രമിക്കണം. ക്യാൻസറുകളിൽ തന്നെ കൊളോൺ ക്യാൻസർ അഥവാ കുടൽ ക്യാൻസർ പൊതുവെ കണ്ടുവരുന്ന ഒന്നാണ്. ആദ്യമൊക്കെ പ്രായമുള്ളവരിലായിരുന്നു ഈ ഒരു രോഗം കണ്ടുവരുന്നത്. ഇപ്പോൾ ചെറുപ്പക്കാരിലും ഈ രോഗം കണ്ടുവരുന്നുണ്ട്. 50 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിലാണ് ഈ രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതുണ്ടാവാനുള്ള കാരണങ്ങൾ ജീവിതശൈലിയാണെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. പിന്നെ പുകവലിയുള്ളവർക്ക് സാധ്യത കൂടുതലാണ്. അമിത വണ്ണമുള്ളവർക്ക് ഇതൊരു സാധ്യത കൂടുതലാണ്. പ്രമേഹമുള്ളവർക്കൊരു സാധ്യതയുണ്ട്. ഭക്ഷണത്തിലുണ്ടാകുന്ന മാറ്റം, അതേപോലെ എക്സസൈസ് കുറവ്, ഇതൊക്കെ ഈ ഒരു ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടാക്കുന്നതാണ്. പാരമ്പര്യമായിട്ട് ഈ ഒരു രോഗം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അടിക്കടി ഉണ്ടാകുന്ന വയറുവേദന, മലത്തിൻ്റെ പോക്കിൽ വരുന്ന വ്യത്യാസം, അതായത് മലം സാധാരണ പോകുന്നത് പോലെ അല്ലാതെ ഒരു നൂല് പോലെയൊക്കെ വളരെ തിന്നായി സ്റ്റൂൾ പോകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. മലത്തിൽ രക്തം കലർന്നു പോകുക, മലത്തിലെ രക്തത്തിന് ഓറഞ്ച് കറുപ്പ് നിറം കാണുക, ടോയ്ലറ്റിൽ പോയിട്ടൊരു തൃപ്തി വരാത്തത്, വീണ്ടും വീണ്ടും പോകണമെന്നൊരു തോന്നൽ, വയറ്റിൽ നിന്ന് പോകുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, പിന്നെ HB കുറയുക, നല്ല ക്ഷീണം വരിക, കടുത്ത ക്ഷീണമുണ്ടെങ്കിൽ, പിന്നെ നടക്കുമ്പോഴൊക്കെ കിതപ്പ് അനുഭവപ്പെടുക, വയറിങ്ങനെ വീർത്ത് വരുന്നത് പോലെ തോന്നുക, ഇതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. ശക്തമായ മലബന്ധം, വയറ് നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നുക, മലം പുറത്തേക്ക് പോകുമ്പോൾ അവിടെ വേദന അനുഭവപ്പെടുക. ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം മറ്റു പല രോഗത്തിൻ്റെയും ലക്ഷണങ്ങളാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലക്ഷണങ്ങളെല്ലാം 1-2 വട്ടം വന്നു എന്ന് കരുതി ആ ഒരു രോഗത്തിൻ്റെ ലക്ഷണമാവണമെന്നില്ല. അത് അടിക്കടി വരികയാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് പരിശോധിക്കുന്നത് നല്ലതാണ്. അടിക്കടി HB കുറയുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ എവിടെയോ ബ്ലഡ് ലോസ് ആണെന്ന് മനസ്സിലാക്കണം. അതേപോലെ എല്ലാവർക്കും ഇതിൻ്റെ വേദന ഉണ്ടാവും, പെയിൻ ഉണ്ടാവണമെന്നില്ല. പെയിൻ ഇല്ലാതെയും ഈ ഒരു രോഗം പ്രത്യക്ഷപ്പെടാം. അതേപോലെ നിങ്ങൾക്കാർക്കെങ്കിലും ഈ ഒരു ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ അടിക്കടി ഉണ്ടാവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് പരിശോധന നടക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം പ്രാരംഭഘട്ടത്തിൽ രോഗം തിരിച്ചറിയാതെ മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് ഈ രോഗാവസ്ഥ തിരിച്ചറിയുന്നത് പലർക്കും. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ജീവൻ തന്നെ അപകടത്തിലായിരിക്കും. കൂടുതൽ പേരും പൈൽസിൻ്റെ അസ്വസ്ഥതയാണെന്ന് കരുതി അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. മലാശയ ക്യാൻസർ അഥവാ കോളോറക്ടൽ ക്യാൻസർ കണ്ടെത്തുന്നതിനുള്ള സ്ക്രീനിങ് ടെസ്റ്റ് നടത്തി വരുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരിൽ ഈ രോഗം കണ്ടെത്തുന്ന സാഹചര്യത്തിൽ അർബുദത്തിലേക്ക് നയിക്കുന്ന പോളിപ്സ് നേരത്തെ തന്നെ കണ്ടെത്താൻ സാധിക്കും. അഡിനോകാർസിനോമ എന്നതാണ് പൊതുവെ കാണുന്ന കൊളോൺ ക്യാൻസർ. ഇത് വൻകുടലിൻ്റെ അറ്റത്താണ് പൊതുവെ കാണുന്നത്. 50 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരെയാണ് ഇത് കൂടുതൽ ബാധിക്കുക. അൾസറൈറ്റിസ് പോലെയുള്ളവർക്ക് ഈ ക്യാൻസറിന് സാധ്യതയുണ്ട്. പോളിപ്സുകൾ കുടലിന് അകത്തും പുറത്തും ഈ ഒരു ക്യാൻസറിന് വരാൻ സാധ്യതയുണ്ട്. കൊളോനോസ്കോപ്പി സ്ക്രീൻ ടെസ്റ്റ്, ഇത് വൻകുടലിൻ്റെയും ചെറുകുടലിൻ്റെയും ആദ്യം മുതൽ അവസാന ഭാഗം വരെ പരിശോധിക്കുന്നു. വയറ് പൂർണ്ണമായും ശുദ്ധീകരിച്ചതിന് ശേഷം ക്യാമറ ഘടിപ്പിച്ച ഒരു ട്യൂബ് വഴി വൻകുടലിലൂടെ കടത്തിവിട്ട് വൻകുടൽ പൂർണ്ണമായും പരിശോധിച്ച് ദശ വളർച്ചയോ ക്യാൻസറിലേക്ക് നയിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളോ കുടലിലുണ്ടോ എന്ന് നോക്കുന്ന ടെസ്റ്റാണിത്.
ഏതെങ്കിലും ദശ കുടലിനകത്തുണ്ടെങ്കിൽ കൊളോണോസ്കോപ്പി സ്ക്രീനിംഗ് ടെസ്റ്റിലൂടെ അത് നീക്കം ചെയ്യാനും സാധിക്കും. കൊളൻ ക്യാൻസർ, കോളോറക്റ്റിക് ക്യാൻസർ ഇവയൊന്നും വരാതിരിക്കാനും ഇനി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തീവ്രത കുറയ്ക്കാനും സഹായിക്കുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ധാരാളം നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, റെഡ് മീറ്റ് കുറയ്ക്കുക, ബീഫ്, മട്ടൻ ഇതൊക്കെ കുറയ്ക്കുക. പിന്നെ പുകവലി, മദ്യപാനം ഒഴിവാക്കുക, നല്ല വ്യായാമം ചെയ്യുക, മനസ്സിന് ശാന്തത നൽകുക. ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളിൽ 1-2 വിട്ടുപോയിട്ടുണ്ട്. ശരീരം മെലിയുകയും അതേപോലെ നീര് വരികയൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ലക്ഷണമാണ്. ഇതിലും കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന മറ്റെല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്കും എനിക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്